ഓൺലൈനിൽ പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള എല്ലാ മേഖലകളെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്രകാരനാകണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്നത്. പ്രിയദർശൻ സാറാണെന്ന് പറഞ്ഞാലോ 42 years in the cinema with 96 films. We are on a mission to revolutionize the entertainment industry. ഡയറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പൈറേറ്റ്സ് ഓഫ് കരീബിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് പോകുന്നത്. VR യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അവരവിടെ പോവുകയാണ്, അവിടെയുള്ള ക്യാമറ കാണുകയാണ്, അവിടെ ഷിപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷിപ്പിനെ കാണുകയാണ്, പിന്നെ അവിടെ ഒരു വാർഫീൽഡ് ഉണ്ടെങ്കിൽ ആ വാർഫീൽഡിലുള്ള എക്യുപ്മെന്റ്സ് മനസ്സിലാക്കുകയാണ്. അവിടെയാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുന്നത്. ക്യാമറ പഠിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ക്യാമറ എടുത്തു വെച്ച് പഠിക്കണ്ടേ? സാങ്കല്പിക ലോകം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കും. അവന് ക്യാമറ എങ്ങനെ വെക്കുന്നു, ക്യാമറയുടെ പോയിന്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ആംഗിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നിന്ന് കിട്ടുകയും ഈ കുട്ടി ഇങ്ങനെ ഒരു കോഴ്സ് പാസ് ഔട്ട് ആയി എന്നുള്ളതിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഈ അടൂരിൻ്റെയോ അല്ലെങ്കിൽ പ്രിയദർശൻ്റെയോ സിഗ്നേച്ചറോട് കൂടിയ സർട്ടിഫിക്കറ്റ്സ് വൈസ് ടോക്കീസ് കൊടുക്കുകയും നമ്മളെ കോഴ്സുകളെല്ലാം ഡിസൈൻ ചെയ്തത് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എങ്ങനെ അനുസരിച്ചാണ്. ഏത് കറി ഉണ്ടാക്കണമെങ്കിലും ആയിരക്കണക്കിന് തരത്തിൽ ആ കറി ഉണ്ടാക്കുന്നത് നമുക്ക് യൂട്യൂബിലുണ്ട്. ഷെഫ് ലത ഇന്ത്യസ് ഫസ്റ്റ് പ്രൊഫഷണൽ വിമൻ ഷെഫാണ്. അവരെ കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് കോഴ്സാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കാണേണ്ട കോഴ്സാണ്. ഒരു 1960s-ലോ 1970s-ലോ വന്നിട്ടുള്ള ഒരു മൂവി, ആ മൂവിയെ പുതിയൊരു ലൊക്കേഷനിൽ റീക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വൈസ് ടോക്കീസിനുണ്ട്. ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ജോലി സാധ്യതകൾ വൈസ് ടോക്കീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ സെന്ററിൽ ഞങ്ങളുടെ തന്നെ മൂവീസ് ഇതിൽ നിന്ന് പഠിച്ചിറങ്ങി, ഇതിൽ ആക്ടിങ്ങോ ഡയറക്ഷനോ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ അതേ ക്രൂസിനെ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ആ സിനിമയിലേക്ക് പോകുന്നത്. സിനിമ എന്ന് പറയുന്ന ആഗ്രഹമുള്ളവർക്കുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ വൈസ് ടോക്കീസ് എന്ന് പറയാല്ലേ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. സിനിമ ഓൺലൈനിൽ പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള എല്ലാ മേഖലകളെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ പ്രിയദർശൻ സാറാണെന്ന് പറഞ്ഞാലോ? ഇനി നിങ്ങൾക്ക് നിയമത്തെക്കുറിച്ച് പഠിക്കണോ? നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കമാൽ പാഷ സാറാണെന്ന് പറഞ്ഞാലോ? ഇതെല്ലാം പോസിബിൾ ആണ് വൈസ് ടോക്കീസിലൂടെ. അപ്പോൾ എന്താണ് വൈസ് ടോക്കീസ്? ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതെല്ലാം സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ വൈസ് ടോക്കീസ് CEO ഷബീർ സാറുണ്ട്. വെൽക്കം ടു ദ ഷോ സാർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിനിമ ശരിക്കും ഓൺലൈനിലാണോ പഠിപ്പിക്കുന്നത്? തീർച്ചയായും ഓൺലൈനിൽ പഠിപ്പിക്കുന്ന രീതിയുമുണ്ട്, അതല്ലാതെ ഫിസിക്കലി പഠിപ്പിക്കുന്നതുമുണ്ട്. വൈസ് ടോക്കീസിനെ സംബന്ധിച്ച് വൈസ് ടോക്കീസ് ഒരു സെറ്റ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ് മാത്രമായിട്ടല്ല, സെറ്റ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ് വിത്ത് അതിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്റേഴ്സും അവൈലബിൾ ആണ്. അപ്പം ബേസിക്കലി വൈസ് ടോക്കീസ് എന്ന് ചോദിച്ചാൽ എന്താണ്? വൈസ് ടോക്കീസ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സസ് മോഡലാണ്. അപ്പം അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ് വിച്ച് ഈസ് കം ഫ്രം ദ ലെജൻഡ്സ് പ്രിയദർശൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അല്ലെങ്കിൽ പിന്നെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്ട്. അപ്പം ഇതുപോലുള്ളവരെ കൊണ്ടുവന്ന് അവരുടെ കരിയർ എക്സ്പീരിയൻസ് അവരെ കൊണ്ടുവന്ന് സെർട്ടൻ ടൈം എടുത്തുകൊണ്ട് ഒരു ക്യൂറേറ്റഡ് സിലബസ് ആക്കി ആ സിലബസ് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിനുശേഷം ഒരു പെർഫെക്റ്റ് ഒരു കോഴ്സാക്കി മാറ്റി പ്രീ റെക്കോർഡഡ് വീഡിയോ ആക്കി ആണ് അല്ലേ? അപ്പൊ എല്ലാ പ്രായക്കാർക്കും പഠിക്കാൻ ആഗ്രഹം. ഇപ്പൊ എനിക്ക് 50 വയസ്സുള്ള എൻ്റെ അച്ഛനും 50 അല്ലെങ്കിൽ 80 വയസ്സുള്ള എൻ്റെ അപ്പൂപ്പനും പഠിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വൈസ് ടോക്കീസിലൂടെ നടക്കും. തീർച്ചയായും അതാണ് വൈസ് ടോക്കീസിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. വൈസ് ടോക്കീസിന്റെ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു എലിമെന്ററി സ്കൂളിലുള്ള ഒരു സ്റ്റുഡൻസ് മുതൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 60 or 70 years ഓൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും പഠിക്കാൻ പറ്റുന്നത്. എല്ലാ മനുഷ്യനും അവൻ്റെ ലൈഫിൽ ആ ഒരു പർട്ടിക്കുലർ സ്കില്ലുമായി ബന്ധപ്പെട്ട് ഒരു പാഷൻ ഉണ്ടാവും. ചിലർക്ക് ആക്ടിങ്ങിലായിരിക്കും, ചിലർക്ക് മിമിക്കിങ്ങിലായിരിക്കും, ചിലർക്ക് പെയിൻറ്റിങ്ങിലായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്കില്ലുകളുണ്ട്. ഇതിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ സ്കിൽസ് എന്ന് പറയും. അപ്പം ഈ സ്കില്ലുകളെ ബേസ് ചെയ്തിട്ടാണ് വൈസ് ടോക്കീസിൻ്റെ എല്ലാ കോഴ്സുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഇപ്പോൾ ക്യാമറയാണ് പഠിക്കാൻ തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ ക്യാമറ പഠിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ക്യാമറ എടുത്തു വെച്ച് പഠിക്കണ്ടേ? നമുക്ക് ഓൺലൈനായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇതിനെ നമ്മൾ ഹൈബ്രിഡ് മോഡൽ എന്നാണ് വിളിക്കുന്നത്. അതായത് കോഴ്സിനെ ഓൺലൈനായിട്ട് കൊടുക്കുകയും അതായത് അവരവരുടെ പേസ് അനുസരിച്ച് അവരവരുടെ കപ്പാസിറ്റിയും അവരുടെ ടൈമും കംഫർട്ടബിലിറ്റിയും അവർക്ക് ഏത് ഡിവൈസിലാണ് താല്പര്യം ആ ഡിവൈസിലിരുന്ന് പഠിക്കാനുള്ള ഒരു കംഫർട്ടബിലിറ്റി കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കോഴ്സിനെ പാരലായിട്ട് 3 ട്രെയിനിങ് സെൻറ്റേഴ്സ് ആയിട്ടാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കൊച്ചിയും ട്രിവാൻഡ്രവും കാലിക്കറ്റും 3
സ്റ്റുഡിയോസാണ്. ഈ സ്റ്റുഡിയോസിൻ്റെ അകത്ത് വെച്ച് വർക്ക്ഷോപ്പുകളുണ്ട്. ക്യാമറ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്ക്ഷോപ്പുകൾ. ടെക്നോളജിയുടെ സാധ്യതയും അവിടെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പം വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ ടെക്നോളജി നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. അപ്പം ഈ ടെക്നോളജിയെ ഞങ്ങളുടെ കോഴ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഹെഡ്സെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ കോഴ്സ് കണ്ടൻറ്റ് മനസ്സിലാക്കുകയും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്റേഴ്സിൽ വന്നിട്ട് ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ആ ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേറൊരു വേൾഡിലേക്ക് പോവുകയാണ്, ഒരു സാങ്കല്പിക ലോകത്തേക്ക്. ആ സാങ്കല്പിക ലോകം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണുന്ന അവന് ക്യാമറ എങ്ങനെ വെക്കുന്നു, ക്യാമറയുടെ പോയിന്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ആംഗിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നിന്ന് കിട്ടുകയും കൂടെ അതിൻ്റെ സപ്പോർട്ടീവായിട്ട് ഈ ലെജൻഡറി ടോക്സ് ഉണ്ട്. ഇത് അവരെ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അടൂർ സാറിൻ്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ? അപ്പം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നത് ആരായിരിക്കും? ഓരോ കോഴ്സും ഒരു 4 to 5 hour ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഈ ടോട്ടൽ ഡ്യൂറേഷനെ നമ്മൾ ചെറിയ മോഡ്യൂൾസുകളാക്കി, ഓരോ മോഡ്യൂൾസിനും ഒരു 20 മിനിറ്റ് മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെ തന്നെ വീണ്ടും ഒരു സ്നിപ്പറ്റ്സുകൾ, വീണ്ടും ഒരു ഷോർട്ട് റീൽസുകളാക്കി 2 മിനിറ്റ്സിൻ്റെ റീൽസുകളായിരിക്കും പോകുന്നത്. ഈ 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിന് ശേഷം ഒരു സെഷൻ കഴിയും. അപ്പോഴേ ഒരു ക്വസ്റ്റ്യൻസ് വരും. പ്രിയദർശൻ സാറോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറോ പറഞ്ഞ ആ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പം അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് എക്സാമിൻ ചെയ്യുകയാണ്. എന്നിട്ട് അവർക്കൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഒരു ഹോംവർക്ക് ആക്കി കൂടെ കൊടുക്കും. അപ്പം അത് അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട അവരെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഒന്ന് നോക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക, അല്ലെങ്കിൽ അതൊന്ന് വരച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ആംഗിൾ ഇന്ന വിഷ്വൽസ് ഒന്ന് മൊബൈലിൽ ജനറേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഇത് അവർക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരെ ആ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് തിരിച്ച് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യണം. നമുക്കൊരു സെറ്റ് ഓഫ് റിസർച്ച് ഈ കോഴ്സ് ഡിസൈൻ ടീം നമ്മളെ ഇതിലുണ്ട്. അപ്പോൾ അവർ അത് വെരിഫൈ ചെയ്തിട്ട് ഇവരുടെ അടുത്ത് പറയണം ഇന്ന ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനും ഉണ്ടാവും. ഇനി എത്ര കാലം കൊണ്ടാണ് എനിക്ക് ഒരു കോഴ്സ് പഠിച്ച് തീർക്കാൻ പറ്റുക? ഒരാൾക്ക് ഇപ്പം സിനിമ കാണുന്നത് പോലെ ഇത് കണ്ടു തീർക്കാൻ വേണമെങ്കിൽ പറ്റും. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ ഓരോ സെഷൻസും കവർ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ അസസ്മെന്റ്സ് നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് വിളിക്കുന്നത്. ഈ വർക്ക് ബുക്കും മനസ്സിലാക്കി അതിൽ നമ്മളുടെ ഇപ്പോൾ എക്സാമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരുന്ന അത് കറക്റ്റ് അത് വെരിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനോട് ഒരു ചാറ്റ് അസിസ്റ്റൻസ്, ഒരു AI അസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഈ അസിസ്റ്റൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണം ഇത് പഠിക്കാനുള്ളത്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത് നാളെ ഈ പഠിക്കുന്നത് കൊണ്ട് ഉപയോഗം വരണമല്ലോ. അത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണം. ആ ചേഞ്ചസ് വരുന്നത് അപ്പോഴാണ്. എന്തുകൊണ്ടാ വൈസ് ടോക്കീസ് എന്നൊരു പേരിട്ടത്? ഇത് ഇൻ ദ സെൻസ് ആപ്ലിക്കേഷൻ മാത്രമല്ല, ഞങ്ങൾ വി ആർ ഓൺ എ മിഷൻ ടു റെവല്യൂഷനൈസ് ദ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ലേണിംഗ് ആയിട്ടുള്ള വൈസ് ടോക്കീസും അതിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്ററും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ട്രാൻസ്ഫോർമേഷൻ ഇപ്പം നമ്മൾ ആദ്യം തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ടെക്നോളജി വന്നതുകൊണ്ട് എല്ലാത്തിലും ടെക്നോളജി ഇൻഫ്ലുവൻസിങ് ഉണ്ട്. അത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം, ഒരു റെവല്യൂഷനൈസ്ഡ് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് വൈസ് ടോക്കീസ്. മനസ്സിലായി. നമുക്കിപ്പോൾ വൈസ് ടോക്കീസിൻ്റെ ആപ്പ് എല്ലാ മൊബൈൽ ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ അവൈലബിൾ ആണോ? തീർച്ചയായും ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ അവൈലബിൾ ആണ്. വെബ് ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ അങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷനാണ്. എല്ലാ മാസവും ഞങ്ങളുടെ കോഴ്സുകളിൽ അപ്ഡേഷൻ ഉണ്ടാവും. അപ്ഡേഷൻ ഇൻ ദ സെൻസ് പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യപ്പെടും. ഇപ്പം സപ്പോസ് ഇപ്പോൾ അതിൻ്റെ അകത്ത് 5 കോഴ്സാണ് ഉള്ളത്. 5 കോഴ്സ് നിങ്ങൾ പർട്ടിക്കുലർ അതിനകത്ത് ഒരു ഫിക്സിങ് എമൗണ്ട് ഉണ്ട്, ഒരു പ്രൈസ് ഉണ്ട്. ഈ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർ ഇപ്പം എന്നാണോ ഇതിപ്പം ഇത് മാസം ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ മാസം മുതൽ നെക്സ്റ്റ് ഏപ്രിൽ വരെയാണ് ഇത് പോകുന്നത്. ആ നെക്സ്റ്റ് ഏപ്രിൽ വരെ വരുന്ന എല്ലാ കോഴ്സുകളും
നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇപ്പൊ നിലവിൽ എനി ഡിവൈസിലും അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇപ്പൊ ഏതൊക്കെ കോഴ്സ്, ഏതൊക്കെ മേഖലകളാണ് കവർ ചെയ്തിട്ടുള്ളത്? ഇപ്പം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഫിലിം ഇൻഡസ്ട്രിയാണ് മെയിൻലി നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. കൂടാതെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സും ചെയ്തിട്ടുണ്ട്. ഷെഫ് ലത ഇന്ത്യസ് ഫസ്റ്റ് പ്രൊഫഷണൽ വിമൻ ഷെഫാണ്, ഗ്രാൻഡ് ഹയാത്തിലെ ചീഫ് ഷെഫാണ്. അപ്പോൾ അവരെ കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്തിരിക്കുന്നത്. കുക്കിങ്ങിനൊക്കെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമുക്കുണ്ട്. ഏത് കറി ഉണ്ടാക്കണമെങ്കിലും ആയിരക്കണക്കിന് തരത്തിൽ ആ കറി ഉണ്ടാക്കുന്നത് നമുക്ക് യൂട്യൂബിലുണ്ട്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വൈസ്റ്റോക്കിസിനകത്തുള്ള ആ കോഴ്സിന് ഉണ്ടാവുക? ഒരു 10-40 കൊല്ലത്തോളം പല ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വർക്ക് ചെയ്ത്, പ്രത്യേകിച്ച് അവർ ഗ്രാൻഡ് ഹയാത്തിലും റാഡിസണിലും ഹോളിഡേയിലും അപ്പം അവിടെയൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡി. അവർ നമ്മളെ നാട്ടിൽ പലതും കാണാതെ പോയിട്ടുള്ള, അതായത് നമ്മളുടെ ആൻസസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പല റെസിപ്പീസും അതുപോലുള്ള റെസിപ്പീസിനെ കൊണ്ടുവന്ന് അത് ഇൻ്റർനാഷണലൈസ് ചെയ്തു. അതൊരു 5 സ്റ്റാർ ഡിഷുകളാക്കി മാറ്റിയ വ്യക്തിയാണ് ഷെഫ് ലത. അവരുടെ പല കോഴ്സുകളും ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും അവർ ടിപ്സുകളായിട്ട് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് കോഴ്സാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കാണേണ്ട കോഴ്സാണ്. വൈസ്റ്റോക്കീസ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് സാറിന് മനസ്സിൽ തോന്നാൻ കാരണം എന്താണ്? ഇപ്പം മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഫേമസ് ആയിട്ട് ജീവിച്ച് മരിച്ചു നെൽസൺ മണ്ടേലയോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു കോഴ്സായിട്ട് ഉണ്ടായിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരു യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലുള്ളവരുടെ കോഴ്സുകളാക്കി നമ്മൾ ഡിസൈൻ ചെയ്ത് ഇന്റർനെറ്റ് വേൾഡിൽ അത് അവൈലബിൾ ആണെങ്കിൽ ആ സെർവറിൽ എവർലാസ്റ്റിംഗ് സ്റ്റഫായിട്ട് ഇവരുടെ കോഴ്സുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് എന്നും നിലനിൽക്കണം. തിലകനെ പോലുള്ള അല്ലെങ്കിൽ നെടുമുടി വേണുവിനെ പോലുള്ള, ശരിക്കും നെടുമുടി വേണുവായിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് ആദ്യ കാലഘട്ടത്തിൽ. പക്ഷേ നമുക്കത് മിസ്സായി. അപ്പം അതിൻ്റെ റെഗ്രറ്റും നമുക്കിപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ വളരെ മാസ്റ്ററാണ്, നമുക്ക് കിട്ടാതെ പോയ ഒരു മാസ്റ്ററാണ്. അപ്പം ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ തോട്ട്സുകൾ അവരുടെ നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴ്സായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഇത് നാളത്തെ ജനറേഷനും ഉപകരിക്കും. ഇതാണ് വൈസ്റ്റോക്കീസിന്റെ യഥാർത്ഥ വിഷൻ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്? വിർച്വൽ റിയാലിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. വൈസ്റ്റോക്കീസിന്റെ ഒരു ഡയറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പൈറേറ്റ്സ് ഓഫ് കരീബിയൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. അതിന്റെ വിർച്വൽ റിയാലിറ്റി ഫയൽ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. അപ്പം ഇത് യൂസ് ചെയ്തുകൊണ്ട് അവരവിടെ പോവുകയാണ്, അവിടെയുള്ള ക്യാമറ കാണുകയാണ്, അവിടെ ഷിപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷിപ്പിനെ കാണുകയാണ്. ഇനി പിന്നെ അവിടെ ഒരു വാർഫീൽഡ് ഉണ്ടെങ്കിൽ ആ വാർഫീൽഡിലുള്ള എക്യുപ്മെൻറ്റ്സ് മനസ്സിലാക്കുകയാണ്. ഇത് റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്ട്രക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെയാണ് എഐയുടെ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നത്. VR-ഉം എയും യൂസ് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് ഈ എ വെച്ച് വൈസ്റ്റോക്കീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മറ്റ് ലേണിംഗ് ആപ്പുകളിൽ നിന്ന് ഈ വൈസ്റ്റോക്കീസ് എങ്ങനെയായിരിക്കും വ്യത്യസ്തമായിരിക്കുന്നത്? വൈസ്റ്റോക്കീസിൻ്റെ ആദ്യ ഫേസാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ നമ്മൾ ആൽഫ എന്നൊക്കെ വിളിക്കും, അതിൻ്റെ ആൽഫ വേർഷനാണ് വൈസ്റ്റോക്കീസിൻ്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമും അതിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്ററും. ഇതിൻ്റെ നെക്സ്റ്റ് വേർഷനാണ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട മീഡിയ സ്കൂളും സ്ട്രീമിംഗ് കൊമേഴ്സ് പ്ലാറ്റ്ഫോമും. എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന, ഫാഷൻ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റഫുകളും അവൈലബിൾ ആകുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് വൈസ്റ്റോക്കീസ്. ഒരു സ്റ്റുഡൻറ്റ് വന്നു വൈസ്റ്റോക്കീസിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനൊരു കോഴ്സ് പാസ് ഔട്ട് ആയി എന്നുള്ളതിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അടൂരിൻ്റെയോ അല്ലെങ്കിൽ പ്രിയദർശൻ്റെയോ സിഗ്നേച്ചറോട് കൂടിയ സർട്ടിഫിക്കറ്റ്സ് വൈസ്റ്റോക്കീസ് കൊടുക്കുകയും, സെക്കൻഡ് തിങ് അവർക്ക് ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ വരുമ്പോഴുള്ള ഇൻട്രാക്ഷൻസ് ആണ്. അവർ ഒരു പർട്ടിക്കുലർ ട്രെയിനിങ് സെൻറ്ററിൽ പോവുകയും പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അറിയാവുന്നത് നിങ്ങൾക്ക് ഇന്നൊരു സ്കില്ലുണ്ടെന്നും നിങ്ങളെ കൊല്ലം നിങ്ങളെ കാസ്റ്റിങ്ങിന് അല്ലെങ്കിൽ നിങ്ങളെ ഇന്ന ഒരു ഇതിലേക്ക് ആക്ടിങ്ങിൽ ഇൻവൈറ്റ് ചെയ്താൽ അവിടെ ഒരു സാധ്യതയുണ്ടെന്നും മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നേരിട്ട് കാണുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള ഒരു അവസരവും കൂടെയാണ് ഞങ്ങൾ ആ വർക്ക്ഷോപ്പ് കൂടി കൊടുക്കുന്നത്. അപ്പോൾ വൈസ്റ്റോക്കീസിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആയിട്ട് കൂടെ വളരുമോ? വൈസ്റ്റോക്കീസ് ഒരു എൻ്റർടൈൻമെൻറ്റ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ലേണിംഗ് ഇതിൻ്റെ ഒരു പാർട്ടാണ്, ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇതിൻ്റെ ഒരു പാർട്ടാണ്, പ്രൊഡക്ഷൻസ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ തന്നെ ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മൂവി ഒരു 1960s-ലോ 1970s-ലോ വന്നിട്ടുള്ള ഒരു മൂവി, ആ മൂവിയുടെ റൈറ്റ് നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ, ആ മൂവിയെ റീക്രിയേറ്റ് ചെയ്യാൻ, പുതിയൊരു ലൊക്കേഷനിൽ റീക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി
വൈസ് ടോക്കീസിനുണ്ട്. വൈസ് ടോക്കീസിലൂടെ നമ്മളിപ്പോൾ ഒരു കോഴ്സ് പാസ് ഔട്ട് ആയതിനു ശേഷം ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ജോലി സാധ്യതകൾ വൈസ് ടോക്കീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, വൈസ് ടോക്കീസിൻ്റെ ഫസ്റ്റ് ഫേസാണ് നമ്മൾ ഇ ലേണിംഗ് ആയിട്ട് കാണുന്നത്. ഇവരിൽ പഠിച്ചിറങ്ങുന്നത് ഇപ്പോൾ പഠിക്കുന്നതിന് തന്നെ ഇപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഞങ്ങളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് ഉണ്ട്. ഇപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവരുടെ ടൈപ്പുകളുണ്ട്. പിന്നെ അതുപോലെ ഫിലിം സ്കൂൾ, അതായത് ഫിലിം സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇവരുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. അപ്പം ഈ അവിടെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു അവർക്ക് നമ്മളെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് വരുന്ന കുട്ടികളെ, പഠിച്ച് ഇറങ്ങി വരുന്ന കുട്ടികളെ കൊണ്ട് ഞങ്ങൾക്ക് ഈ ഇയറോ, ഞങ്ങൾ പ്ലാനിങ്ങിലാണ്, ഈ ഇയറോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ തന്നെ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ ഞങ്ങളുടെ തന്നെ മൂവീസ്, അത് ഇതിൽ നിന്ന് പഠിച്ചിറങ്ങി, ഇതിൽ ആക്ടിങ്ങോ ഡയറക്ഷനോ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ അതേ ക്രൂസിനെ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ആ സിനിമയിലേക്ക് പോകുന്നത്. സിനിമ എന്ന് പറയുന്ന ആഗ്രഹമുള്ളവർക്കുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ വൈസ് ടോക്കീസ് എന്ന് പറയാല്ലേ? വൈസ് ടോക്കീസ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ്പാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? കാരണം നമ്മുടെ ഒരു 4 മേഖലകളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ആ 4 മേഖലകളിൽ നിന്ന് അത് എത്രമാത്രം വളരുമെന്നുള്ള കാര്യങ്ങളടക്കം സാർ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ. അതുപോലെ തന്നെ വൈസ് ടോക്കീസിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. സബ്സ്ക്രിപ്ഷൻ എടുത്ത് വരുന്നവർക്ക് ഒരു നല്ലൊരു ഭാവി അവർക്കും ഉണ്ടാകട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.